ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ചെറിയ കല്ലുകളും വലിയ പർവ്വതവും. ചെറിയ കല്ലുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന വ്യക്തിപരമായ വിഷയങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തത്, ആരോടും തുറന്നു പറയാൻ കഴിയാത്തത്, ഇങ്ങനെയുള്ള നിരവധി ചെറിയ കല്ലുകൾ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടാറുണ്ട്. ഇനിയും വലിയ പർവ്വതം എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് സമൂഹപരമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സകലർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ, സകലർക്കും കാണത്തക്ക വിധത്തിൽ, എല്ലാവരുടെയും മുമ്പിൽ നാം നേരിടുന്ന പ്രശ്നങ്ങൾ, വലിയ പർവ്വതങ്ങൾ. ഇതിലേതാണ് വലുത് എന്ന് ചോദിച്ചാൽ ഓരോ സാഹചര്യത്തിലും അതിന് അതിൻ്റേതായ ശക്തിയും വേദനയുമൊക്കെ നൽകുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ചെറിയ കല്ലും വലിയ പർവ്വതവും ഒരുപോലെ പല സമയങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചെറിയ കല്ലുകളും വലിയ പർവ്വതവും ഒരേ രീതിയിൽ ദൈവത്തിന് നേരിടാൻ കഴിയും. ദൈവത്തിന് നമ്മളെ ആ പ്രശ്നങ്ങളിൽ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് നാം മറക്കരുത്. ഞാൻ തിരുവചനത്തിനകത്തുനിന്ന് 2-3 ഉദാഹരണങ്ങൾ വേഗത്തിൽ പറയാം. ഒന്ന്, ലൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് യാക്കോബ് തനിയെ വന്ന് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുറകിലെ ചരിത്രം നോക്കിയാൽ നിരവധി വേദനകൾ അദ്ദേഹത്തിനുണ്ട്. വീട് വിട്ടിറങ്ങിയതിൻ്റെ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ, ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം, ഇങ്ങനെ നിരവധി ചിന്തകൾ അടങ്ങിയ ലൂസിൽ കിടക്കുക. പക്ഷേ ആ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നമാണ്, ആർക്കും അറിയത്തില്ല, യാക്കോബ് തനിയെ നേരിടുകയാണ്. പക്ഷേ ആ വ്യക്തിപരമായി നേരിട്ട ചെറിയ കല്ലെന്ന പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് ദൈവം തൻ്റെ സാന്നിധ്യവുമായിട്ട് ഇറങ്ങി വരികയാണ്. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഗോമേഴിയുടെ ദർശനം കാണുന്നു. ദൈവം അതിൻ്റെ തലക്കിലിരിക്കുന്നു. അവിടെ ആ സാഹചര്യത്തെ തന്നെ ദൈവം ചേഞ്ച് ചെയ്യുകയാണ്. അദ്ദേഹം നേരിട്ട വ്യക്തിപരമായ ചെറിയ കല്ലിൻ്റെ ആ പ്രശ്നത്തെ ദൈവം ഒരു അത്ഭുത ഇടപെടലാക്കി, ഒരു അത്ഭുത ദൈവശബ്ദമാക്കി മാറ്റുകയാണ്. ഒരൊറ്റ ദർശനം, ഒരൊറ്റ സ്വപ്നം അദ്ദേഹത്തിൻ്റെ മുഴുവൻ ചിന്തകളെയും മാറ്റിമറിക്കുകയാണ്. ഭയങ്കര ആഗ്രഹമുള്ള, സ്വപ്നമുള്ളൊരു മനുഷ്യനാക്കി അദ്ദേഹത്തെ മാറ്റിയെടുക്കുകയാണ്. ഇനിയും അതേ യാക്കോബിൻ്റെ ജീവിതത്തിൽ സമൂഹപരമായൊരു പ്രശ്നം നേരിട്ടു. ഒരു വടിയുമായിട്ട് അങ്ങോട്ട് പോയിട്ട് ഭാര്യമാരും മക്കളുമൊക്കെയായിട്ട് തിരിച്ചു വരുന്ന ഒരു യാത്ര. ആ യാത്രയിൽ തൻ്റെ അമ്മായിയപ്പൻ തനിക്കെതിരെ കരുക്കൾ നീക്കി തന്നെ ഇല്ലായ്മ ചെയ്യുവാനുള്ള തന്ത്രവുമായിട്ട് തൻ്റെ അടുക്കലേക്ക് പാഞ്ഞു വരുമ്പോൾ ആ പ്രശ്നം സമൂഹപരമാണ്. തന്നെയും തൻ്റെ കുടുംബത്തെയും തലമുറകളെയും കൂടെ ഉള്ളവരെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുള്ള പ്രശ്നമാണ്. പക്ഷേ ആ പ്രശ്നത്തിൻ്റെ നടുവിലും ദൈവം ഇറങ്ങി വരികയാണ്. ലാബാൻ യാക്കോബിനെതിരെ ആയുധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ ലാബാൻ പറയുന്നൊരു വാക്കുണ്ട്: കഴിഞ്ഞ രാത്രിയിൽ നീ സേവിക്കുന്ന ദൈവം എന്നോട് സ്വപ്നത്തിൽ ഇടപെട്ടു, നിന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ കല്ലുകളെയും ദൈവം യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വന്ന് നേരിടുകയാണ്. അപ്പോൾ ചെറിയ കല്ലെന്ന ലൂസിൻ്റെ അനുഭവത്തെയും വലിയ കല്ലെന്ന മിസ്പയുടെ അനുഭവത്തെയും ദൈവം നേരിടുകയാണ്. ഇനിയും മുമ്പിലോട്ട് പോയാൽ മോശയുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് നേരിട്ട ചെറിയ കല്ലായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ പരാജയത്തെക്കുറിച്ചും തനിക്കിനി ഒന്നിനും സാധിക്കില്ല എന്നതിനെക്കുറിച്ചുമൊക്കെ ഭാരത്താൽ നിറഞ്ഞ സമയത്ത് ദൈവം ആ പ്രശ്നത്തെ നേരിട്ടതാണ് എക്സോഡസ് ചാപ്റ്റർ 3, പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം. ദൈവം അവിടെ ഇറങ്ങി വരികയാണ്. ഹോരേബ് പർവ്വതത്തിൽ, ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ ഇറങ്ങി വന്ന് അദ്ദേഹത്തെ ശക്തീകരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു നിയോഗത്തിന് വേണ്ടി ഒരുക്കുകയാണ്. ആരും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളെ ദൈവം ആ ചെറിയ കല്ലിനെ നേരിടുകയാണ്. ഇനിയും മുമ്പിലോട്ട് വായിക്കുമ്പോൾ അദ്ദേഹം സമൂഹപരമായിട്ട് നേരിട്ട ഒരു വലിയ പ്രശ്നമായിരുന്നു മിസ്രൈം, അല്ലെങ്കിൽ ഫറവോൻ്റെ ശക്തികൾ. ആ ഒരു പ്രശ്നത്തെയും ചെങ്കടലിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന് തൻ്റെ ദാസനായ മോശയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന് നേരിടുകയാണ് ആ വലിയ കല്ലിനെയും. അപ്പോൾ ചെറിയ കല്ലിനെയും ദൈവം നേരിടുകയാണ്, വലിയ കല്ലിനെയും വലിയ പർവ്വതത്തെയും ദൈവം നേരിടുകയാണ്. ഇനി മുമ്പിലോട്ട് പോകുമ്പോൾ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ നേരിട്ട ചെറിയ കല്ലുകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. തന്നെ ആടുകളെ തെറ്റിക്കൊണ്ടിരുന്ന സമയത്ത് സിംഹവും കരടിയുമൊക്കെ തൻ്റെ ആടുകളെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അതിനെയൊക്കെ വലിച്ചു കീറി ആടുകളെ അതിൻ്റെ വായിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു പുതിയ ബലം ദൈവം അദ്ദേഹത്തിന് നൽകി. അത് വ്യക്തിപരമായ പ്രശ്നമാണ്, അത് ആരും അറിഞ്ഞിട്ടില്ല, സമൂഹപരമായ പ്രശ്നമല്ല. പക്ഷേ മുമ്പിലോട്ട് വായിക്കുമ്പോൾ ഏലാത്താഴ്വരയിൽ സമൂഹപരമായൊരു പ്രശ്നം നിൽക്കുകയാണ്. ഫെലിസ്ത്യ ശക്തികൾ ഇസ്രായേൽ ജനത്തിന് മുഴുവൻ വിരോധമായിട്ട് എഴുന്നേൽക്കുകയാണ്. ആ ഒരു വലിയ പ്രശ്നത്തിൻ്റെ നടുവിലും ദൈവം
കാട്ടിനകത്ത് ആരുമറിയാത്ത പേഴ്സണൽ ജീവിതത്തിൽ ഇടപെട്ട ആ ചെറിയ കല്ലുകളെ നേരിട്ട അതേ ദൈവം തന്നെ വലിയ പ്രശ്നത്തെയും ഏലാത്താഴ്വരയിലെ വലിയ പ്രശ്നത്തെയും നേരിടാൻ ദൈവം ദാവീദിനെ ശക്തീകരിക്കുകയാണ്. ഇനി മുമ്പിലോട്ട് പോയാൽ നെഹമ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ, ശൂഷൻ രാജധാനിയിൽ പാനപാത്രവാഹകനായിരുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. സമൂഹപരമായ ഒരു പ്രശ്നത്തെ അദ്ദേഹം വ്യക്തിപരമായി ഏറ്റെടുത്തു. ആ ഒരു വ്യക്തിപരമായ വിഷയത്തിൽ അദ്ദേഹം നേരിട്ടത് തനിക്കിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നൊരു ലീവ് കിട്ടണം. അതിന് അദ്ദേഹത്തിന് മനസ്സിൽ ദൈവം നൽകിയ ചിന്തകൾക്ക് വേണ്ടി പോകാൻ വേണ്ടി അദ്ദേഹം നേരിട്ട ആ വ്യക്തിപരമായ പ്രശ്നത്തെ ദൈവം മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് ശൂഷൻ രാജധാനിയിൽ നിന്ന് ഒരു ലീവ് സാങ്ഷൻ ആകുകയും ചെയ്തു. ചെറിയ പ്രശ്നം, ആരും അറിഞ്ഞിട്ടില്ല, പക്ഷെ ദൈവം ആ ചെറിയ കല്ലിനെ നേരിടുകയാണ്. ഇനി മുമ്പിലോട്ട് പോയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ പ്രശ്നമായിരുന്നു ഇടിഞ്ഞുകിടന്ന മതിൽ പണിയുക എന്നത്. 52 ദിവസം കൊണ്ട് ആ വലിയ പ്രശ്നമെന്ന പർവ്വതത്തെയും ദൈവം നേരിട്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, ആരും അറിയാത്തത്, ആരോടും തുറന്നു പറയാൻ കഴിയാത്ത പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കാം. അത് വല്ലാതെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ചെറിയ കല്ലാണല്ലോ എന്ന് പറയുമ്പോൾ അതത്ര പ്രാധാന്യമുള്ളതല്ല എന്ന് തോന്നലുണ്ടാകും. അല്ല, ചെറിയ കല്ലിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഒരു ഭക്തൻ ഒരിക്കൽ പറഞ്ഞത്, വലിയ പർവ്വതമൊന്നും തട്ടി ആരും വീണിട്ടില്ല, ചെറിയ കല്ലുകൾ തട്ടിയാണ് വീണേക്കുന്നത്. അപ്പോൾ ചെറിയ കല്ലിനും അതിൻ്റെതായ പ്രാധാന്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിലെ ചെറിയ കല്ലുകൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? മറക്കണ്ട, ദാവീദിൻ്റെ ജീവിതത്തിലും മോശയുടെ ജീവിതത്തിലും യാക്കോബിൻ്റെ ജീവിതത്തിലുമൊക്കെ ഇറങ്ങി വന്ന്, നെഹമ്യാവിൻ്റെയൊക്കെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്ത അതേ ദൈവത്തിന് ചെറിയ കല്ലുകളെ നേരിടാൻ കഴിയും. ഇനിയും സമൂഹപരമായ പ്രശ്നമാണോ, കുടുംബപരമായ പ്രശ്നമാണോ, പൊതുവെ എല്ലാവരും അറിയത്തക്ക വിധത്തിലൊരു പ്രശ്നമാണോ, ആ പ്രശ്നത്തെയും നേരിടാൻ ദൈവം ഇറങ്ങി വരും. നമ്മുടെ ജീവിതത്തിലെ ചെറിയ കല്ലുകളെയും വലിയ പർവ്വതങ്ങളെയും നേരിടാൻ ദൈവം നമ്മളെ ശക്തീകരിക്കും. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ മറക്കണ്ട, ചെറിയ പ്രശ്നമാണെങ്കിലും വലിയ പ്രശ്നമാണെങ്കിലും ദൈവത്തിന് വിരൽ ചൂണ്ടാൻ കഴിയും. ദൈവത്തിന് വിരൽ ചൂണ്ടിയാൽ നിങ്ങൾക്കതിനകത്തുള്ളൊരു വഴിയുണ്ടാകും. ഇനി ബൈബിളിനകത്തൊരു വാചകം കൂടെ ഞാൻ പറയാം, ഒരു വാക്യം കൂടെ പറയാം. ദൈവം തൻ്റെ ഭക്തന്മാരുടെ കാല് പർവ്വതത്തിൽ തട്ടിപ്പോകാതിരിക്കാനല്ല, കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചേക്കുന്ന. അപ്പം ചെറിയ പ്രശ്നത്തിനകത്ത് പോലും ദൈവം പ്രാധാന്യതയോടെ തൻ്റെ മക്കളെ ശ്രദ്ധിക്കുന്നു. ഇനിയും സക്രിയാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഒരു ഭക്തന് മുമ്പിൽ ഉയർന്നു വന്നൊരു മഹാപർവ്വതം സെരുബാബേലിൻ്റെ മുമ്പിൽ നിന്ന മഹാപർവ്വതത്തെ ദൈവം വിരൽ ചൂണ്ടിട്ട് പറയാം, മഹാപർവ്വതമേ നീ ആര്, നീ സമഭൂമിയാകും. അപ്പോൾ ഭക്തൻ്റെ ജീവിതത്തിൽ നേരിടുന്ന ചെറിയ കല്ലുകളും ഭക്തരുടെ ജീവിതത്തിൽ നേരിടുന്ന വലിയ പർവ്വതങ്ങളും ദൈവത്തിന് വിരൽ ചൂണ്ടാൻ കഴിയും. ദൈവത്തിന് വിരൽ ചൂണ്ടിയാൽ പർവ്വതങ്ങൾ സമഭൂമിയാകും. കല്ലുകളും അപകടങ്ങൾ വരുത്താൻ സാധ്യതയുള്ള പ്രശ്നങ്ങളുമൊക്കെ നിന്നെ കരങ്ങളിൽ വഹിച്ച് ദൈവം മുമ്പിലോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്ക്. ചെറിയ കല്ലുകളാണേലും വലിയ പർവ്വതങ്ങളാണേലും കർത്താവിന് നേരിടാൻ കഴിയും. കർത്താവ് നേരിട്ടാൽ നിങ്ങൾക്കതിനകത്തൊരു വഴിയുണ്ടാകും. മുൻപിലോട്ട് പോകാൻ അനുഗ്രഹിക്കപ്പെട്ടൊരു പാത ദൈവം തുറക്കും. പ്രാർത്ഥിക്കാൻ നമുക്കൊരുമിച്ച്. ഞങ്ങളുടെ പ്രിയ പിതാവേ, വചനം കേട്ടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നേരിടുന്ന വ്യക്തിപരമായ വിഷയമാണെങ്കിലും സമൂഹപരമായ വലിയ പർവ്വതങ്ങളുടെ പ്രശ്നമാണെങ്കിലും യേശുവിൻ നാമത്തിൽ അങ്ങ് ഇറങ്ങി വന്ന് അവരുടെ ജീവിതത്തിൽ അതിനെ വിരൽ ചൂണ്ടി മുമ്പിലോട്ട് പോകാനുള്ള വഴികൾ തുറക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജോമോൻ സ്കറിയ കുമളി. കർത്താവ് നിങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ, ആമേൻ, ആമേൻ.